കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഇന്ത്യൻ രാഷ്ട്രീയത്തിലും സോഷ്യൽ മീഡിയയിലും ആളിപ്പടരുന്ന ഒരു വൻ വിവാദമാണ് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയ ഒരു പരാമർശവും അതിനെ തുടർന്ന് ഉയർന്ന രാഷ്ട്രീയ കൊടുങ്കാറ്റും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ നയത്തെയും ആഗോള നേതാക്കളുമായിട്ടുള്ള വ്യക്തിബന്ധങ്ങളെയും പരിഹസിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി നടത്തിയ ചില പ്രസ്താവനകൾ രാജ്യത്ത് വൻ വിയോജിപ്പുകൾക്കും സംവാദങ്ങൾക്കും ഒക്കെയാണ് വഴിവെച്ചിരിക്കുന്നത്. എന്നാൽ കഥ അവിടെയൊന്നും തീർന്നില്ല. ഇതിന് മറുപടിയായി BJP മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ചരിത്ര ചിത്രങ്ങളെല്ലാം പൊടിതട്ടിയെടുത്ത് രാഹുലിന് തിരിച്ചടി നൽകി. തൊട്ടു പിന്നാലെ ഇറ്റാലിയൻ എംബസി രാഹുൽ ഗാന്ധിയെ രൂക്ഷമായി വിമർശിച്ചു എന്ന രീതിയിൽ വാർത്തകൾ കത്തിപ്പടർന്നു. നമുക്ക് സംഭവങ്ങളുടെ തുടക്കത്തിലേക്ക് പോകാം. രചനാത്മക കോൺഗ്രസ് ദേശീയ സമ്മേളനത്തിൽ സംസാരിക്കവെയാണ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ നയത്തെ വിമർശിച്ചത്. ലോക നേതാക്കളെ കാണുമ്പോൾ പ്രധാനമന്ത്രി കെട്ടിപ്പിടിക്കുന്നതിനെയും സൗഹൃദ പ്രകടനങ്ങളെയും രാഹുൽ ഗാന്ധി പരിഹസിച്ചു. സന്ദീപ് ദീക്ഷിതിനെ വേദിയിൽ വെച്ച് കെട്ടിപ്പിടിച്ചുകൊണ്ട് രാഹുൽ നടത്തിയ പരാമർശവും അതിനുശേഷം ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ പേര് പരാമർശിച്ച വേദിയിൽ നടന്ന തമാശ രൂപേണയുള്ള സംഭാഷണവുമാണ് വിവാദത്തിന് തിരികൊളുത്തിയത്. രാഹുൽ ഗാന്ധിയുടെ വാദപ്രകാരം വിദേശ രാജ്യങ്ങളിലെ നേതാക്കളെ കാണുമ്പോൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുന്നതും ചിരിക്കുന്നതും മാത്രമാണ് മോദിയുടെ ഫോറിൻ പോളിസി. അതല്ലാതെ രാജ്യത്തിന് വ്യക്തമായൊരു സാമ്പത്തിക നയതന്ത്ര കാഴ്ചപ്പാടില്ല. എന്നാൽ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെയും ഒരു വിദേശ വനിതാ ഭരണാധികാരിയെയും അതായത് മെലോണിയെയും ബന്ധപ്പെടുത്തി നടത്തിയ ഇത്തരം തമാശകൾ വളരെ നിലവാരം കുറഞ്ഞതും അതുപോലെ തന്നെ സെക്സിസ്റ്റുമായിട്ടുള്ള പരാമർശങ്ങളാണ്. വിദേശ നേതാക്കളെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നത് ഇന്ത്യയുടെ അന്താരാഷ്ട്ര പ്രതിച്ഛായയെ തന്നെ ബാധിച്ചേക്കാം എന്നുള്ള ബോധം പോലും ഇല്ലാത്ത ഇവനൊക്കെയാണോ ഭാവി പ്രധാനമന്ത്രി എന്ന് പറഞ്ഞ് എന്നാണ് സകലരും, ഞാനല്ല സകലരും ചോദിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ ഈ പരിഹാസത്തിന് BJP നൽകിയ മറുപടി വളരെ ശക്തമായിരുന്നു. BJP MP നിഷികാന്ത് ദുബെ അടക്കമുള്ള പ്രമുഖ നേതാക്കൾ സോഷ്യൽ മീഡിയയിലൂടെ ചരിത്രത്തിലെ ചില പ്രശസ്തമായ ചിത്രങ്ങളൊക്കെ പുറത്തുവിട്ടു. 1983 ന്യൂഡൽഹിയിൽ വെച്ച് നടന്ന അണിചേരാ പ്രസ്ഥാനത്തിന്റെ NAM നോൺ അലൈൻഡ് മൂവ്മെന്റ് ഉച്ചകോടിക്കിടെ ക്യൂബൽ വിപ്ലവ നായകൻ ഫിഡൽ കാസ്ട്രോ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെ പരസ്യമായി ആലിംഗനം ചെയ്ത ചരിത്ര നിമിഷത്തിന്റെ ചിത്രങ്ങളും വീഡിയോകളുമാണ് BJP പുറത്തുവിട്ടത്. ഫലസ്തീൻ നേതാവ് യാസർ അറാഫത്തുമായി ഇന്ദിരാഗാന്ധി പുലർത്തിയ ഊഷ്മളമായ വ്യക്തിബന്ധത്തിന്റെയും ആലിംഗനങ്ങളുടെയും ചിത്രങ്ങളും BJP പങ്കുവച്ചു. 2018 പാർലമെന്റിൽ അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്കിടെ രാഹുൽ ഗാന്ധി സ്വയം നടന്നു ചെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കെട്ടിപ്പിടിച്ച സംഭവവും BJP ഓർമ്മിപ്പിച്ചു. BJPയുടെ ചോദ്യം ഇത്ര മാത്രമേ ഉള്ളൂ: തന്റെ മുത്തശ്ശിയും മുൻ പ്രധാനമന്ത്രിയുമായ ഇന്ദിരാഗാന്ധി വിദേശ നേതാക്കളെ ആലിംഗനം ചെയ്തതിനെ രാഹുൽ എന്ത് പേരിട്ടാണ് വിളിക്കുക? അത് നയതന്ത്ര ബന്ധത്തിന്റെ ഭാഗമായിരുന്നുവെങ്കിൽ നരേന്ദ്രമോദി അത് ചെയ്യുമ്പോൾ മാത്രം അതെങ്ങനെ പരിഹാസ്യമാകും? ഈ രാഷ്ട്രീയ പോര് കൊടുമ്പിരി കൊള്ളുന്നതിനിടയിലാണ് സോഷ്യൽ മീഡിയയിലും ചില മാധ്യമങ്ങളിലും മറ്റൊരു വൻ വാർത്ത പ്രചരിക്കാൻ തുടങ്ങിയത്. രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ന്യൂഡൽഹിയിലെ ഇറ്റാലിയൻ എംബസി ഔദ്യോഗിക പ്രസ്താവന ഇറക്കി. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയെ അധിക്ഷേപിച്ചതിൽ അവർ കടുത്ത അമർഷം രേഖപ്പെടുത്തി. എന്നാൽ ഈ വാർത്തയുടെ സത്യം എന്താണ്? ഈ വാർത്ത ഞാൻ ഫാക്ട് ചെക്ക് ചെയ്തപ്പോൾ ഇത് വ്യാജമാണെന്നാണ് തെളിഞ്ഞത്. അതൊക്കെ പോട്ടെ, എന്തായാലും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞത് ഇന്ത്യയും ഇറ്റലിയും തമ്മിൽ പരസ്പര ബഹുമാനത്തിൽ അധിഷ്ഠിതമായ ശക്തമായ ഉഭയകക്ഷി ബന്ധമാണുള്ളത്. വിദേശ നേതാക്കളെക്കുറിച്ചും രാജ്യതന്ത്രങ്ങളെക്കുറിച്ചും സംസാരിക്കുമ്പോൾ രാഷ്ട്രീയ നേതാക്കൾ സ്വയം നിയന്ത്രണം പാലിക്കണം. അതായത് രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശവും അതിനെ തുടർന്ന് പ്രചരിച്ച ഇറ്റാലിയൻ എംബസിയുടെ പ്രസ്താവനയും എല്ലാം രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വെച്ചുള്ള ആരോപണം പ്രത്യാരോപണങ്ങളുടെയും വ്യാജ വാർത്തകളുടെയും വലിയൊരു വലക്കണ്ണിയായിരുന്നു. ഇനി നമുക്കിതിൻ്റെ കാതലായ നയതന്ത്ര തലത്തിലേക്ക് ഒന്ന് കടക്കാം. വിദേശ നയത്തിൽ ലോക നേതാക്കൾ തമ്മിലുള്ള വ്യക്തിബന്ധങ്ങൾക്ക്, പേഴ്സണൽ കെമിസ്ട്രിക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട്? ഈ ചോദ്യം ചോദിക്കുമ്പോൾ നയതന്ത്രം എന്നത് കേവലം അടച്ചിട്ട മുറികളിലെ കരാറുകളിൽ ഒപ്പിടൽ മാത്രമല്ല. ആഗോളതലത്തിൽ രാജ്യത്തിന്റെ സ്ഥാനം ഉറപ്പിക്കുന്നതിൽ നേതാക്കളുടെ പെരുമാറ്റ രീതികൾക്ക് വലിയ രീതിയിലുള്ള പങ്കുണ്ട്. സൗദി അറേബ്യ, UAE തുടങ്ങിയ അറബ് രാജ്യങ്ങളിലെ ഭരണാധികാരികൾ തങ്ങളുമായി അടുത്ത ബന്ധമുള്ള നേതാക്കളെ ഇരു കൈകളും നീട്ടി ആലിംഗനം ചെയ്താണ് സ്വീകരിക്കുന്നത്. ആ രാജ്യത്തിന്റെ സംസ്കാരത്തിനനുസരിച്ച് അവരെ തിരിച്ച് ആലിംഗനം ചെയ്യുന്നത് ബഹുമാനത്തിന്റെ സൂചനയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മറ്റു നേതാക്കളുടെ കൈകൾ ഉറപ്പിച്ചു പിടിച്ച് കുലുക്കുന്ന ശൈലിയുള്ളയാളാണ്. അതിനോട് കൃത്യമായി പ്രതികരിക്കാൻ മോദി തന്റെ വ്യക്തിപരമായ നയതന്ത്ര തന്ത്രങ്ങൾ ഉപയോഗിക്കാറുണ്ട്. റഷ്യൻ പ്രസിഡന്റ് പുടിനുമായി മോദിക്കുള്ള വ്യക്തിബന്ധം ഇന്ത്യക്ക് റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിലും പ്രതിരോധ ഇടപാടുകളിലും എത്രത്തോളം സഹായകരമായി എന്നത് ലോകം കണ്ടതാണ്. ഇതിനെ നയതന്ത്ര ലോകത്ത് പേഴ്സണൽ ഡിപ്ലോമസി അല്ലെങ്കിൽ സോഫ്റ്റ് പവർ പ്രൊജക്ഷൻ എന്ന് വിളിക്കുന്നു. ഇതൊന്നും അറിയാത്തത് കൊണ്ടാണ് ഭാവി പ്രധാനമന്ത്രി എന്ന് പറഞ്ഞ് പപ്പു ഇപ്പോഴും അവിടെ ഇരിക്കുന്നത്.
രാജ്യങ്ങൾ തമ്മിലുള്ള പിരിമുറുക്കങ്ങൾ കുറയ്ക്കാനും നേരിട്ടുള്ള ആശയവിനിമയം വേഗത്തിലാക്കാനും ഇത്തരം വ്യക്തിബന്ധങ്ങൾ സഹായിക്കാറുണ്ട്. ഈ വിഷയത്തിൽ മലയാള മാധ്യമങ്ങളുടെയും ദേശീയ മാധ്യമങ്ങളുടെയും സമീപനത്തെക്കുറിച്ച് കടുത്ത വിമർശനമാണ് സോഷ്യൽ മീഡിയയിൽ വരുന്നത്. ചില മാധ്യമങ്ങൾ പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ പിഴവുകളെ പോലും ലഘൂകരിച്ച് കാണിക്കാൻ ശ്രമിക്കുന്നു എന്ന ആരോപണമുണ്ട്. സത്യമല്ലേ? ഉദാഹരണത്തിന് വിദേശ രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാരെയും ഇന്ത്യൻ പ്രധാനമന്ത്രിയെയും വ്യക്തിപരമായി കടന്നാക്രമിക്കുമ്പോൾ അത് വാർത്തയാക്കാതിരിക്കുകയോ അല്ലെങ്കിൽ നിസ്സാരവൽക്കരിക്കുകയോ ഒക്കെ ചെയ്ത ശീലമുള്ളവരാണ് മാപ്രകൾ. അതേസമയം തിരിച്ചുള്ള പ്രതികരണങ്ങളെ മാത്രം വലിയ രീതിയിൽ ചർച്ചയാക്കുക എന്ന മാധ്യമങ്ങളുടെ ഏകപക്ഷീയമായ സമീപനമാണ് കാണുന്നത്. ഒരു ജനാധിപത്യ രാജ്യത്ത് ഭരണപക്ഷത്തെ ചോദ്യം ചെയ്യേണ്ടത് മാധ്യമങ്ങളുടെ കടമയാണ്. എന്നാൽ അതേസമയം തന്നെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന വസ്തുതാവിരുദ്ധമായ പ്രസ്താവനകളെയും വ്യാജ പ്രചാരണങ്ങളെയും ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാട്ടേണ്ട ഉത്തരവാദിത്വവും ഇതേ മാധ്യമങ്ങൾക്കുണ്ട്. നമുക്ക് ചില കൃത്യമായ ഡാറ്റകളും വസ്തുതകളും പരിശോധിക്കാം. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ ഇന്ത്യയുടെ വിദേശ നയം കേവലം ചടങ്ങുകളിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. ആഗോളതലത്തിൽ വൻ ശക്തികൾ ചേരിതിരിഞ്ഞു നിന്ന സമയത്ത് ഡൽഹി G20 ഉച്ചകോടിയിൽ ന്യൂഡൽഹി ലീഡേഴ്സ് ഡിക്ലറേഷൻ എല്ലാ രാജ്യങ്ങളെ കൊണ്ടും അംഗീകരിപ്പിക്കാൻ ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട്. ഇത് ഇന്ത്യൻ നയതന്ത്രത്തിന്റെ വൻ വിജയമായിരുന്നു. ആഫ്രിക്കൻ യൂണിയന് G20യിൽ സ്ഥിരാംഗത്വം ഉറപ്പാക്കുന്നതിൽ ഇന്ത്യ വഹിച്ച പങ്ക് ചെറുതൊന്നുമല്ല. വിദേശ നേതാക്കളുമായിട്ടുള്ള ബന്ധം കേവലം സൗഹൃദം മാത്രമല്ല, ഇന്ത്യയിലേക്ക് കോടിക്കണക്കിന് ഡോളറിന്റെ വിദേശ നിക്ഷേപം കൊണ്ടുവരുന്നതിനും ആപ്പിൾ, സെമി കണ്ടക്ടർ നിർമ്മാണ കമ്പനികൾ തുടങ്ങിയ വൻകിട വ്യവസായങ്ങൾ ഇന്ത്യയിലേക്ക് ആകർഷിക്കുന്നതിനും വഴിവെച്ചിട്ടുള്ളതാണ്. റഷ്യ യുക്രൈൻ യുദ്ധത്തിലായാലും പശ്ചിമേഷ്യൻ സംഘർഷങ്ങളിലും സ്വന്തം ദേശീയ താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് അത്തരത്തിലുള്ള നീക്കമാണ്. അതായത് അമേരിക്കയുടെയോ പാശ്ചാത്യ രാജ്യങ്ങളുടെയോ സമ്മർദ്ദത്തിനൊന്നും വഴങ്ങാതെ സ്വതന്ത്രമായി വിദേശ നയം ഉയർത്തിപ്പിടിക്കാൻ ഇന്ത്യക്ക് എപ്പോഴും സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിദേശ നയത്തെയും ഡിപ്ലോമസിയെയും വെറും ഒരു കെട്ടിപ്പിടുത്തം മാത്രമായി ചുരുക്കി കാണിക്കുന്നത് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും നയതന്ത്രജ്ഞരുടെയും ആ അധ്വാനത്തെ തരം താഴ്ത്തി കാണിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും രാഹുൽ ഗാന്ധിയെ നമുക്ക് ഈ കേസിൽ ന്യായീകരിക്കാൻ സാധിക്കില്ല. അദ്ദേഹത്തെ തള്ളി പറഞ്ഞേ മതിയാവൂ. കാരണം അദ്ദേഹത്തിന്റെ വിമർശനങ്ങൾ പലപ്പോഴും പരിധി വിട്ടു പോകാറാണുള്ളത്. അതുകൊണ്ട് എപ്പോഴും അദ്ദേഹം ആ ഭാവി പ്രധാനമന്ത്രിയുടെ കസേരയിൽ തന്നെ ഇരിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യൂ. മറ്റു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.